ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റിവിഷൻ സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ റിവിഷൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓർഡറിൽ തന്നെ ഓരോ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അതേതാണ്? അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. എപ്പോഴാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്? 1789-ലാണ്. 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഫ്രഞ്ച് വിപ്ലവം എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ? വിപ്ലവങ്ങളുടെ മാതാവ്, അതുപോലെ തന്നെ ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാലും അതും മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും മാഡം ഭിക്കാജി കാമയാണ്. പലർക്കും അവിടെ ഒരു ഡൗട്ട് വരും, ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി അല്ലേ എന്ന് പലർക്കും ഡൗട്ട് വരും. ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ മകളാണ്, അത്രമാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇന്ദിരാഗാന്ധി എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ അയൺ ലേഡി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് അല്ലേ? ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ മകൾ എന്നും, അതുപോലെ തന്നെ ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാഡം ഭിക്കാജി കാമയാണ്. വിദേശത്ത് പോയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് അല്ലേ? ഇന്ത്യയുടെ പതാക വിദേശത്ത് പോയി ആദ്യമായി ഉയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? മാഡം ഭിക്കാജി കാമയാണ്. അപ്പോൾ ഇന്ത്യയുടെ മകൾ എന്നും ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാഡം ഭിക്കാജി കാമയാണ്. പിന്നെ ഇന്ത്യയുടെ അയൺ ലേഡി ആരാന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും, തിരുവിതാംകൂറിലെ അശോകൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരെന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്താണ് മൗലികാവകാശങ്ങളുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടനയിലെ ഏത് ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്? ഭരണഘടനയിലെ ഭാഗം 3 മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ശില്പി ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. പക്ഷെ വേറൊരു ചോദ്യം അവിടുന്ന് വരും, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിക്കും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അതിൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 32ലാണ്. എന്നാൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ളതോ? ഹൈക്കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ളതിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഈ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? റിട്ടുകൾ എന്ന ആശയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ട് ബ്രിട്ടൻ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് ആലോചിച്ചാൽ മതി. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ നിർദ്ദേശക തത്വങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡ്. വെച്ച് കണക്ട് ചെയ്താൽ മതി അല്ലേ? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിലാണ്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ്? സപ്രോ കമ്മിറ്റിയാണ് അല്ലേ? കമ്മിറ്റിയാണ്. പിന്നെ RBI നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. എപ്പോഴാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത് 1926 അല്ലേ? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത്.
ഓക്കെ. പിന്നെ RRBയുമായി ബന്ധപ്പെട്ട് റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തു. നരസിംഹ കമ്മിറ്റിയാണ് അല്ലേ. അപ്പോൾ നരസിംഹ കമ്മിറ്റിയാണ് റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ടത് അല്ലേ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ ഹിൽട്ടൺ യങ് കമ്മിറ്റിയാണ്. എപ്പോഴാണ് വന്നത്? 1926 RBI നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 1 RBIയുടെ ആദ്യ ഗവർണർ ആരാണ്? RBIയുടെ ആദ്യ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലേ. ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യ ഇന്ത്യക്കാരനാരാ? ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാരാ നമ്മൾ പഠിച്ചില്ലേ? നമ്മുടെ ദേശക്കാരനല്ലേ. അപ്പൊ CD ദേശ്മുഖ്, ആ ദേശം വെച്ച് കണക്ട് ചെയ്യണേ. CD ദേശ്മുഖ് ആണ് ആദ്യ ഇന്ത്യക്കാരൻ. ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നു? ഞാൻ പറഞ്ഞു രാമന്റെ കാലം തൊട്ട് ഓർത്തു വെച്ചാൽ ആ പേരും കിട്ടും. പിന്നെ ആദ്യം ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ആലോചിക്കാൻ പറഞ്ഞത്? ട്രെയിലർ അല്ലേ. ട്രെയിലർ എന്ന് ആലോചിച്ചാൽ നമ്മൾ ട്രെയിലർ എന്നാലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ട്രെയിലറിലാണ് നമ്മൾ ആദ്യം ഒപ്പ് കാണുക. അപ്പൊ ജെയിംസ് ടെയ്ലർ ആണ്. ജെയിംസ് ടെയ്ലർ ആണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ആരാന്ന് കിട്ടി? ബനഗൽ രാമറാവു ആണ് അല്ലേ. രാമൻ വെച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ബനഗൽ രാമറാവു. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. ആ കമ്മീഷന്റെ പേര് മറക്കരുത്. വർഷം ഏതാണെന്നും ഓർത്തു വെക്കുക. പിന്നെ RBI ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1934 1934 RBI ആക്ട് നിലവിൽ വന്നത്. പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേശസാൽക്കരിച്ചത് എപ്പോഴാണ്? 1949 1949 ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയിട്ടാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം. 1789 ഈ ഒരു വർഷം മാത്രം ഇവിടെ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ദേശീയതയുടെ ആവിർഭാവം അല്ലേ. വിപ്ലവങ്ങളുടെ മാതാവ്. ഓക്കെ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. നമ്മൾ പഠിച്ചു. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാഡം ഭിക്കാജി കാമ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ്? ദേശീയതയുടെ ആവിർഭാവം അല്ലേ. ദേശീയതയുടെ ആവിർഭാവം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവം എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ അവിടുത്തെ രാജവംശം ചോദിക്കട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിലെ രാജവംശം അല്ലേ. ഫ്രാൻസിലെ രാജവംശം ഏതാന്ന് ചോദിച്ചാൽ അത് ബൂർബൻ രാജവംശം. ബൂർബൻ അതൊന്ന് പഠിച്ചു വെച്ചോ. ബൂർബൻ രാജവംശമാണ് ഫ്രാൻസിലെ രാജവംശം. പിന്നെ അധികാര കേന്ദ്രമായിരുന്ന കൊട്ടാരം ഏതാണെന്ന് ചോദിക്കും. അത് വേഴ്സായി കൊട്ടാരമാണ് കേട്ടോ. വേഴ്സായി കൊട്ടാരം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാണ്ട്. സ്ത്രീകളുടെ മാർച്ചൊക്കെ അങ്ങോട്ട് നടന്നിട്ടില്ല. അതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ ദേശീയതയുടെ ആവിർഭാവം എന്നും പിന്നെ എന്താണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ എന്താണ് പഠിച്ചത്? വേഴ്സായി കൊട്ടാരം അല്ലേ. അധികാര കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ വേഴ്സായി കൊട്ടാരം. വേഴ്സായി കൊട്ടാരം. ഓക്കെ. വേഴ്സായി കൊട്ടാരമാണ് അധികാര കേന്ദ്രം. പിന്നെ 3 എസ്റ്റേറ്റുകളല്ലേ ഉണ്ടായത്? 3 എസ്റ്റേറ്റുകളാണ് അല്ലേ. 1 2 3 എസ്റ്റേറ്റുകളാണ്. ആദ്യത്തേൽ ഏതാണ്? പുരോഹിതന്മാർ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ. അപ്പോൾ ചോദ്യം വരും, ആദ്യത്തെ എസ്റ്റേറ്റിൽ ആരാന്ന് ചോദിച്ചാൽ പുരോഹിതന്മാരും രണ്ടാമത്തതിൽ പ്രഭുക്കന്മാരുമാണ്. ഓക്കെ. രണ്ടാമത്തതിൽ പ്രഭുക്കന്മാരും മൂന്നാമത്തിൽ കോമൺസ് ആണ്. പിന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് 2 നികുതികൾ നമുക്ക് പഠിക്കാണ്ട്. ഏതാണ്? കർഷകരിൽ നിന്നും വാങ്ങിയിരുന്ന നികുതി ഏതാന്ന് ചോദിച്ചാൽ അത് തിതയാണ് കേട്ടോ. കർഷകരിൽ നിന്നും വാങ്ങിയിരുന്ന നികുതിയാണ് തിതെ. കോമൺസിൽ നിന്നും വാങ്ങിയത്, സാധാരണക്കാരിൽ നിന്നും വാങ്ങിയിരുന്ന നികുതി ഏതാന്ന് ചോദിച്ചാൽ അത് തൈലെ. അപ്പോൾ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് തൈലെ, നോക്കിക്കോ, ഒന്ന് തൈലെ, മറ്റൊന്ന് തിതെ. ഓക്കെ. തിലയല്ല, തിതെ. തൈലെ, തിതെ എന്നീ 2 നികുതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കർഷകരിൽ നിന്നും വാങ്ങിയത് ഏതാന്ന് ചോദിച്ചാൽ അത് തിതയാണ്. കോമൺസിൽ നിന്നും വാങ്ങിയിരുന്ന നികുതിയാണ് തൈലെ. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് അവിടെ രാജാക്കന്മാരെ പറ്റി പഠിക്കാമല്ലേ. ആരാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? രാജാവ്. ആരാണ് രാജാവിന് അധികാരം നൽകിയിരിക്കുന്നത്? ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് മാത്രമാണ് രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞത് ആരാണ്? അത് ലൂയി 14 കേട്ടോ. ലൂയി 14 എന്ത് പറഞ്ഞത്? ലൂയി 14 എന്താണ് പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിക്കും. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. ഓക്കെ.
ഇനി നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. റൊട്ടി ഇല്ലെങ്കിൽ എന്താ? റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ആരാണ്? കേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് മേരി ആൻറ്റോയിനറ്റ്. മേരി ആൻറ്റോയിനറ്റ് ആണ്. എന്താണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് മേരി ആൻറ്റോയിനറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫ്രഞ്ച് വിപ്ലവം എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ? വിപ്ലവങ്ങളുടെ മാതാവ്, ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഏത് വർഷമാണ് നമ്മൾ പഠിച്ചത്? 1789 ആണ്. പിന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിച്ചു അല്ലേ? അതേതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഡേറ്റ് നമുക്ക് പഠിക്കാൻ കേട്ടോ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഡേറ്റ് 1789 ജൂൺ 20. ജൂൺ 20 ഏത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഈ ഡേറ്റുകളൊന്ന് ഓർഡറിൽ അറിഞ്ഞു വെക്കണേ. ആദ്യം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, പിന്നെ ബാസ്റ്റൽ ജയിൽ തകർക്കുന്നത്. ഓക്കെ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റൽ ജയിൽ തകർക്കൽ, പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിനുശേഷം ഏതാണ്? വാഴ്സായി കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? 1789 ജൂൺ 20. അടുത്തത് ജൂലൈ 14 ജൂലൈ 14. വർഷം ഒറ്റ വർഷം നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഏതാണ്? 1789. രണ്ടാമത് ജൂലൈ 14, പിന്നെ ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12, പിന്നെ ഒക്ടോബറിന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒക്ടോബർ. ഓക്കെ, ഒക്ടോബർ. ഓക്കെ, ഒക്ടോബറിന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ 1789 ജൂൺ 20 എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂൺ 20 ജൂലൈ 14 ബാസ്റ്റൽ ജയിൽ തകർക്കൽ. ബാസ്റ്റൽ ജയിൽ തകർക്കൽ ഏതിലാന്ന് ചോദിച്ചാൽ ജൂലൈ 14. ജൂലൈ 14 ബാസ്റ്റൽ ജയിൽ തകർത്തത്. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം ഓഗസ്റ്റ് 12. പിന്നെ സ്ത്രീകൾ വാഴ്സായി കൊട്ടാരത്തിലേക്ക് നടന്നത് എപ്പോഴാണ്? വാഴ്സായി കൊട്ടാരത്തിലേക്കുള്ള മാർച്ച് നടത്തിയത് ഒക്ടോബറിലാണ്. 1789 ഒക്ടോബറിലാണ്. അപ്പോൾ ഡേറ്റ്സ് ഒന്നും കൂടി നോക്കാം. ആദ്യം ജൂൺ 20, പിന്നെ ജൂലൈ 14, പിന്നെ ഓഗസ്റ്റ് 12, പിന്നെ ഒക്ടോബർ. ഓക്കെ, അതിൽ ഡേറ്റ് ഒന്നുമില്ല, ഒക്ടോബറിന് മാത്രം, ആ മാസം മാത്രം പഠിച്ചാൽ മതി. SCRTയിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിച്ചല്ലോ. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് 12. ഒക്ടോബറിലാണ് എന്ത് നടന്നത്? സ്ത്രീകളുടെ മാർച്ച് നടന്നത്. എവിടേക്കാണ്? വേഴ്സായി കൊട്ടാരത്തിലേക്ക് സ്ത്രീകളുടെ മാർച്ച് നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1789 ഒക്ടോബറിലാണ്. 1789 ഒക്ടോബറിലാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ എന്തൊക്കെ വേർഡ്സ് ആരുടെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ? എന്താണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ആദ്യം നമുക്കൊരു ഓർഡറിൽ പഠിച്ചു നോക്കാം. ആദ്യം ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് അല്ലേ? രാജാവിനുള്ള അധികാരമൊക്കെ ദൈവം നൽകിയതാണ്. അപ്പോൾ രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞതാണ് ലൂയി 14. അപ്പോൾ ആദ്യത്തെ ആളെ കിട്ടി. ലൂയി 14 തൊട്ടിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം പറഞ്ഞത് ഞാനാണ് രാഷ്ട്രം. അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ശേഷം പ്രളയം. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ലൂയി 16 കാലത്താണ് വിപ്ലവം നടക്കുന്നത് അല്ലേ? പ്രളയം വരുന്നു പറഞ്ഞു, വിപ്ലവം വന്നു. ഓക്കെ, പ്രളയം വിപ്ലവമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ലൂയി 15 എന്താണ് പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം. എനിക്ക് ശേഷം അല്ലേ? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ലൂയി 15. പിന്നെ ലൂയി 16 കാലത്താണ് വിപ്ലവം. ഓക്കെ, പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതാരാ? നമുക്കറിയാം അല്ലേ? അതാരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി എവിടെയാണ്? ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. അത് പഠിച്ചു വെക്കണേ, ടിപ്പു സുൽത്താനാണ്. പിന്നെന്താണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? അത് മെറ്റേണിക് ആണ്. മെറ്റേണിക് ആണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേണിക് ആണ്. പിന്നെ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ, ഈ തുടക്കത്തെ മാത്രങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. ഓക്കെ, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. പിന്നെ എന്താണ്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് ആരാണ്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോ ആണ്. ഓക്കെ, റൂസോ ആണ് ജനങ്ങളാണ് പരമാധികാരി എന്നും പറഞ്ഞത്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വോൾട്ടയർ ആണ് അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയറും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെടുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നെപ്പോളിയൻ ആണ് അല്ലേ? നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ആണ്. റൂസോന്റെ വാക്കുകൾ ഏതൊക്കെയാണ് പഠിച്ചത്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് ആരാണ്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് റൂസോ ആണ് കേട്ടോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചാലും പിന്നെ എന്താണ്? സ്വതന്ത്രമായി ജനിക്കുന്ന ജനങ്ങൾ എവിടെയും ചങ്ങലക്കൂട്ടിലാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലക്കൂട്ടിലാണ് എന്ന് പറഞ്ഞതും റൂസോ ആണ്. റൂസോ ആണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണ് എന്ന് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരുപാട് വേർഡ്സ് നമുക്ക് പഠിക്കാണ്ട്, ഇതൊക്കെ എന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. റൂസോന്റെ 2 വേർഡ്സ് കിട്ടിയല്ലോ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെ ചങ്ങലക്കൂട്ടിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. പിന്നെ എന്താണ്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് മെറ്റേണിക് ആണ് അല്ലേ? മെറ്റേണിക് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് മെറ്റേണിക് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 പിന്നെ എന്താണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ലൂയി 15 ആരുടെ കാലത്തായിരുന്നു വിപ്ലവം എന്ന് ചോദിച്ചാൽ ലൂയി 16 കാലത്തായിരുന്നു വിപ്ലവം. പിന്നെ എന്താണ്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് ഇല്ലേ എന്ന് ചോദിച്ചത് ആരാണ്? അത് മേരി ആന്റോയിനറ്റ് ആണ്. മേരി ആന്റോയിനറ്റ്. മേരി ആന്റോയിനറ്റ് ആണ്. അത് പഠിക്കണം കേട്ടോ. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി ആന്റോയിനറ്റ് ആണ്. മേരി ആന്റോയിനറ്റ് ആണ്. പിന്നെ ശ്രീരംഗപട്ടണത്ത് മരം നട്ടത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ. ഓക്കെ, ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത്. പിന്നെ നമ്മൾ ഡേറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ജൂൺ 20, പിന്നെ ഏതാണ്? ജൂലൈ 14, പിന്നെ ഓഗസ്റ്റ് 12, പിന്നെ ഒക്ടോബർ എന്നുള്ള മാസം. ഓക്കെ, ഒക്ടോബർ മാസത്തിൽ എന്താ ഉണ്ടായത്? വേഴ്സായി കൊട്ടാരത്തിലേക്ക് സ്ത്രീകളുടെ മാർച്ച് നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബറിലാണ്. പിന്നെ നമുക്കൊരു ചോദ്യം വരും, എപ്പോഴാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് എന്നുള്ള ചോദ്യം വരും. അതൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആലോചിച്ചാൽ മതി. 1799 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷമാണ് 1799. പിന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാന്നൊക്കെ ചോദിക്കും. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും നെപ്പോളിയൻ ആണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. ഓക്കെ, പിന്നെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് മെറ്റേണിക് ആണ്. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം പഠിച്ചു വെക്കണം. ഓഗസ്റ്റ് 12 കേട്ടോ. ഓഗസ്റ്റ് 12 ഫ്രാൻസിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. 1789 ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 ഇത്ര പോയിന്റ്സ് അവിടെ ക്ലിയർ അല്ലേ? വേർഡ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ റൂസോ ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലക്കൂട്ടിലാണെന്ന് പറഞ്ഞതും റൂസോ ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറഞ്ഞത് മെറ്റേണിക് ആണ്. 1799 നെപ്പോളിയൻ പിടിച്ചെടുത്തത്? നെപ്പോളിയൻ ഫ്രാൻസ് പിടിച്ചെടുത്തത് എപ്പോഴാണ്? 1799 നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് എപ്പോഴാണ്? ഏത് യുദ്ധത്തിലാണ്? 1815. ആ വർഷം ഒന്ന് പഠിച്ചു നോക്കണേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് 1815 വാട്ടർലൂ യുദ്ധം. അപ്പോൾ വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ചോദിക്കും. വാട്ടർലൂ യുദ്ധം നടന്നത് എപ്പോഴാണ്? 1815. ഓക്കെ, 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിക്കൂലേ? ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലിയാണ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്. ഇദ്ദേഹം വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നുണ്ട്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും ആർത്തർ വെല്ലസ്ലിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നതും ആർത്തർ വെല്ലസ്ലിയാണ്. പിന്നെ ആർത്തർ വെല്ലസ്ലി നമുക്ക് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കാണ്ട്. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ അത് ആർത്തർ വെല്ലസ്ലിയാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ ഇവിടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കണം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത് മതപരമായ വിപ്ലവം എന്നറിയപ്പെടുന്നത് പ്യൂരിറ്റൈൻ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഓക്കെ,
ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ വേറൊരു ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരല്ലോ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഈ സാധനം ഞാൻ ഇന്ന് പെർഫെക്റ്റ് ആക്കി തരാം. ഈ സാധനം ഞാൻ ഇന്ന് പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നെ നല്ല ചീത്ത വിളിച്ചോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് സെറ്റാവും. ഈ കൊഴുപ്പിലൂടെയാണോ ജലത്തിലൂടെയാണോ ലയിക്കുന്നതും പിന്നെ വിറ്റാമിൻ്റെ ഏകദേശം പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനിൽ പെടാത്തത് ഏതെന്നാണ്. ഓക്കെ, വിറ്റാമിനുകളിൽ പെടാത്തത് ഏത്? അപ്പോൾ നമ്മൾ എന്തറിയണം? കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണെന്ന് അറിയണം. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, കൊഴുപ്പ് ശരീരത്തിന് എന്താണ്? ഒരുപാട് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് ശരീരത്തിന് എന്താണ്? ശരീരത്തിന് കേടാണ്. ഓക്കെ, ഒരുപാട് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് ശരീരത്തിന് കേടാണ്. ഓക്കെ, കേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. കേടാ, ശരീരത്തിന് കേടാ. ഓക്കെ, KEDA എന്നീ വിറ്റാമിനുകളാണ് കൊഴുപ്പിലൂടെ ലയിക്കുന്നത്. KEDA ഇതിൽ പെടാത്ത ഏത് വിറ്റാമിൻ അവിടെ ഉള്ളത്? എ ഉണ്ട് അല്ലേ? എ ഉണ്ട്, കെ ഉണ്ട്, പിന്നെ ഏതാ? സി. ഇതിൽ പെടുമോ? ഇതിൽ പെടുമോ? സി എന്താണ്? ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനാണ്. ബി, സി എന്നീ വിറ്റാമിനുകൾ ജലത്തിലൂടെയാണ് ലയിക്കുന്നത്. അപ്പോൾ KEDA എന്നീ വിറ്റാമിനുകളാണ് കൊഴുപ്പിലൂടെ ലയിക്കുന്നത്. നമ്മൾ എങ്ങനെ ഓർത്തു വെക്കണം? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. കേടാ, KEDA കേടാ, കൊഴുപ്പ് ശരീരത്തിന് കേടാ. ഓക്കെ, കൊഴുപ്പ് ശരീരത്തിന് എന്താണ്? കേടാ. KEDA. അപ്പോൾ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? KEDA കേടാ. പിന്നെ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ നമ്മൾ ആലോചിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ജലം ബിസിയാണ്. ഓക്കെ, ജലം ബിസിയാണെന്ന് ആലോചിച്ചാൽ മതി. ജലം എവിടെയെങ്കിലും ഒന്ന് ഒഴിച്ച് കളഞ്ഞാൽ അങ്ങനെ ഒഴുകിപ്പോകും അല്ലേ? ഒരു സ്ഥലത്ത് നിൽക്കൂല. കാരണം ജലം ഭയങ്കര ബിസിയാണ്, ഒരു സ്ഥലത്ത് നിൽക്കാനൊന്നും ഒഴിവില്ല. അപ്പോൾ എന്താണ്? ജലം ഭയങ്കര ബിസിയാണെന്ന് ആലോചിച്ചാൽ BC എന്നീ വിറ്റാമിനുകളും കിട്ടും. ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളാണ് BC. അപ്പോൾ KEDA കേടാ, കൊഴുപ്പ് ശരീരത്തിന് കേടാ. കൊഴുപ്പ് ശരീരത്തിന് കേടാ. ഇനി മറക്കൂലല്ലോ, കൊഴുപ്പ് ശരീരത്തിന് കേടാ, KEDA. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളിൽ പെടാത്തത് ഏത്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ആലോചിച്ച് നോക്കും? ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളാണ് BC. ജലം ഭയങ്കര ബിസിയാണ്, ഒരു സ്ഥലത്ത് നിൽക്കൂല, ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജലം ഭയങ്കര ബിസിയാണ്. പിന്നെ കൊഴുപ്പിലൂടെ ലയിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി കേട്ടോ. കൊഴുപ്പിലൂടെ ലയിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, കൊഴുപ്പിലൂടെ ലയിക്കുന്നത് എന്താ? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. അപ്പോൾ KEDA സെറ്റായല്ലോ. പിന്നെ ഇവിടെ വിറ്റാമിൻ എ കൊടുത്തിട്ടുണ്ട്. വിറ്റാമിൻ എ എന്താ? കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് അല്ലേ? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ രാസനാമം. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ഞാൻ പറഞ്ഞു കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അത് നമുക്ക് ഓർത്തു വെക്കണമെങ്കിൽ വിറ്റാമിൻ എ ഫോർ അന്ധൻ എന്നാലോചിച്ചാൽ മതി. അന്ധൻ, കണ്ണിന് വിറ്റാമിൻ എ ഇല്ലാത്തവൻ അന്ധനാണ്. അന്ധൻ, എ ഫോർ അന്ധൻ, കാഴ്ചയില്ലാത്തവൻ, അന്ധൻ. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ വിറ്റാമിൻ എ കണ്ണുമായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോൾ വിറ്റാമിൻ എ കണ്ണാണ്. അപ്പോൾ കണ്ണിലുള്ളൊരു ഭാഗമല്ലേ റെറ്റിന? കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. ആ റെറ്റിന വെച്ചിട്ട് നമുക്ക് രാസനാമം കണക്ട് ചെയ്യാലോ. അപ്പോൾ വിറ്റാമിൻ എയുടെ രാസനാമം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? റെറ്റിനോളാണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ് കേട്ടോ. ഇനി മറക്കരുത്, വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. പിന്നെ എന്താണ്? കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ എന്തിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നതെന്ന് അറിയോ? വിറ്റാമിൻ എ ക്യാരറ്റ്, ഇലക്കറികൾ, പിന്നെ ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ. അവിടെ ഗോൾഡൻ റൈസ് ഒന്ന് പ്രത്യേകം പഠിച്ചു നോക്കണം കേട്ടോ. ഗോൾഡൻ റൈസ് എന്താണ്? സുവർണ്ണ അരിയിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? പലപ്പോഴും ചോദ്യം വന്നിട്ടാണ്. അത് വിറ്റാമിൻ എ ആണ്. അപ്പോൾ വിറ്റാമിൻ എ എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? ക്യാരറ്റ്, ഇലക്കറി, പാല്, മുട്ട എന്നതിൽ നിന്നെല്ലാം ലഭിക്കുന്നത്. ക്യാരറ്റ് കഴിച്ചാൽ കാഴ്ച കൂടുന്നൊക്കെ കാരണവന്മാർ പറയുന്നത് കേൾക്കാം അല്ലെ? എന്താണ്? ക്യാരറ്റ് കഴിച്ചാൽ കാഴ്ച കൂടുന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്താണ്? വിറ്റാമിൻ എ ലഭിക്കാൻ വിറ്റാമിൻ എ എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്യാരറ്റ്, ഇലക്കറി, പാല്, മുട്ട, ഗോൾഡൻ റൈസ്, സുവർണ്ണ അരി. അപ്പോൾ സുവർണ്ണ അരിയിൽ നിന്നും അല്ലെങ്കിൽ ഗോൾഡൻ റൈസിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോൾഡൻ റൈസിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അപ്പോൾ വിറ്റാമിൻ എ ക്ലിയർ ആയി. പിന്നെ വിറ്റാമിൻ കെ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്നൊക്കെ എപ്പോഴും ചോദ്യം വരാറുണ്ട്. അപ്പോൾ K ഫോർ കട്ട പിടിക്കൽ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. ഇനി വിറ്റാമിൻ കെയുടെ രാസനാമം അറിയണമെങ്കിൽ ഇതാലോചിച്ചാൽ മതി കേട്ടോ. KFC എന്ന് ആലോചിച്ചാൽ മതി. KFC എന്താണ്? വിറ്റാമിൻ കെ ആണ്. FC എന്താണ്? ഫില്ലോക്യുനോൺ ആണ്. ഫില്ലോക്യുനോൺ ഈ C വെച്ച് ആലോചിച്ചാൽ മതി കേട്ടോ.
സി വെച്ചിട്ട് ക്യുനോൺ ആലോചിച്ചാൽ മതി. അപ്പോൾ ഫില്ലോ ക്യുനോൺ ആണ് വിറ്റാമിൻ കെയുടെ രാസനാമം. വിറ്റാമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോ ക്യുനോൺ. പിന്നെ വിറ്റാമിൻ കെ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഹെമറേജ്. ഓക്കെ, ഹെമറേജ് എന്ന രോഗം വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പിന്നെ ഇവിടെ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ അല്ലേ വിറ്റാമിൻ സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ സി ആണ്. രോഗപ്രതിരോധത്തിന് എന്തിൽ നിന്നൊക്കെ ലഭിക്കും? ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ് കേട്ടോ. വിറ്റാമിൻ സി ആണ്. എ മുതൽ തുടർച്ചയായിട്ടൊന്ന് പറഞ്ഞു തരണം എല്ലാം. ആദ്യം വിറ്റാമിൻ എ നമ്മൾ പഠിച്ചു, കണ്ണിന് ആവശ്യമാണ്. പിന്നെ വിറ്റാമിൻ B1 ആണ്. വിറ്റാമിൻ ബിയുടെ രാസനാമം. വിറ്റാമിൻ ബിയുടേത് മാത്രം ചോദിക്കുകയാണെങ്കിൽ B1 ആണ് കേട്ടോ. ബി ഒരെണ്ണം അല്ല ഉള്ളത്. B1, B2, B3, B4 ഇല്ല കേട്ടോ. B5, B6, B7, 8 ഇല്ല, 9. പിന്നെ എന്താണ് 9 കഴിഞ്ഞാൽ പിന്നെ 12 ആണ്. ഓക്കെ, അപ്പോൾ അത്രയും വിറ്റാമിനുകൾ നമുക്ക് ബി മാത്രമായിട്ട് പഠിക്കാണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോവാം. വിറ്റാമിൻ B1ൻ്റെ രാസനാമം എന്താണ്? വിറ്റാമിൻ B1. വിറ്റാമിൻ B1 ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ബെറിബറി ആണ് കേട്ടോ. ബെറിബറി. ഓക്കെ, ബെറിബറിയാണ് വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. അത് ഭാവിച്ച് കണക്ട് ചെയ്താൽ മതിയുള്ളൂ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. നമുക്ക് വിറ്റാമിൻ്റെ ക്ലാസ് വേറെ ചെയ്യട്ടോ, കാരണം വിറ്റാമിൻ്റെ ക്ലാസ് നമ്മൾ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. ഇപ്പോൾ വിറ്റാമിൻസ് ഓരോന്നായിട്ട് പറയാൻ നിന്നാൽ നിങ്ങൾക്കും ഒരു ലാഗ് ആവും. ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് മാത്രം പറഞ്ഞുതരാം, എല്ലാം പറയുന്നില്ല. വിറ്റാമിൻ ബിൻ്റെ രാസനാമമാണ് തയാമിൻ. ഓക്കെ, തയാമിൻ. വിറ്റാമിൻ ബി തയാമിൻ ആണ്. പിന്നെ B2 ഏതാണ്? റൈബോഫ്ലേവിൻ. B3 നിയാസിൻ. ഈ 3 എന്നുള്ളത് തിരിച്ചിട്ട 3 തിരിച്ചിട്ടാൽ നായാണേ. സോറി കേട്ടോ, ഈ 3 എന്നത് തിരിച്ചിട്ടാൽ ഇങ്ങനെ നാന്ന് വായിക്കുക. അപ്പം നിയാസിൻ. വിറ്റാമിൻ B3യുടെ രാസനാമം നിയാസിൻ. B4 ഇല്ല, B5 ആണ്. 5 ആണ്. 5ൻ്റെ രാസനാമമാണ് 5. കുഞ്ചി നമുക്ക് 5 മക്കളാണ്. ഈ 5 മക്കൾക്കും പാൻറ് വാങ്ങി കൊടുക്കണം എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നമ്മൾ വിറ്റാമിൻ്റെ ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കോഡുകളെല്ലാം ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിൽ ഇരുന്ന് കാണാം. അപ്പോൾ വിറ്റാമിൻ്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. നമ്മളിപ്പോൾ ഇതിന് സമയം കളയുന്നില്ല. എന്താണ്? 5 കുഞ്ചി നമുക്ക് 5 മക്കളാണ്. 5 മക്കൾക്കും പാൻറ് വാങ്ങി കൊടുക്കണം. 5 പാൻറ്റോതെനിക് ആസിഡാണ്. പിന്നെ വിറ്റാമിൻ B6 ആണ് പീരിഡോക്സിൻ. ഓക്കെ, പീരിഡോക്സിൻ. വിറ്റാമിൻ B6ൻ്റെ രാസനാമം പീരിഡോക്സിൻ. അതിങ്ങനെ ആലോചിച്ചാൽ മതി. 6ാമത്തെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ ഉറക്കം വരും. അപ്പോൾ B6ൻ്റെ അഭാവം മൂലമാണ് ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമായ വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ വിറ്റാമിൻ B6 ആണ്. ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വിറ്റാമിൻ എ നമ്മൾ പഠിച്ചില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. എന്താണ്? കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞില്ല അല്ലേ? ഏതൊക്കെയാണ്? പേന വർക്ക് ചെയ്യണില്ല. സിറോഫ്താൽമിയ, നിശാന്തത എന്നീ 2 രോഗങ്ങളാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സിറോഫ്താൽമിയ, നിശാന്തത. ചോദ്യങ്ങൾ ഇങ്ങനെയും വരും. സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? അല്ലെങ്കിൽ നിശാന്തത ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? അത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ്. പിന്നെ ഈ വിറ്റാമിൻ എ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ എ ആണ്. പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാലോ, ആദ്യത്തെ വിറ്റാമിൻ എ ആണ്. എ തൊട്ടിട്ടല്ലേ തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ ആൾ തന്നെ പ്രോ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. പിന്നെ ബീറ്റാ കരോട്ടിൻ എന്നറിയപ്പെടുന്നതും ബീറ്റാ കരോട്ടിൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബീറ്റാ കരോട്ടിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ എ ആണ്. ബീറ്റാ കരോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാലും വിറ്റാമിൻ എ ആണ്. അപ്പോൾ ബീറ്റാ കരോട്ടിൻ എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ് ആലോചിച്ചു കേട്ടോ. ക്യാരറ്റ് ഞാൻ പറഞ്ഞു വിറ്റാമിൻ എയിൽ നിന്നുമാണ്, ക്യാരറ്റിൽ നിന്നുമാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത്. ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. പിന്നെ വിറ്റാമിൻ ബി നമ്മൾ പഠിച്ചു. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം, വിറ്റാമിൻ ബി എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ബാ വെച്ചിട്ട് ബെറിബറി. B2 B3 എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് വേറെയാണ് കേട്ടോ. അത് നമുക്ക് വേറെ പഠിക്കാം. ഇത് ബാന്ന് മാത്രം, ബി എന്ന് മാത്രം ചോദിക്കണം. ബി എന്ന് മാത്രം അധികം കോമൺ ആയിട്ട് ചോദ്യം വരാറുള്ളത് ബി എന്ന് മാത്രമാണ്. അപ്പോൾ വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ബെറിബറി മറക്കില്ലല്ലോ. ബെറിബറി. പിന്നെ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലും കാണാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഓറഞ്ച് ആപ്പിളൊക്കെ വാങ്ങിയിട്ട് പോകില്ലേ? കാരണം ഈ ഓറഞ്ചിലൊക്കെ എന്ത് വിറ്റാമിൻ? രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. ഏത്? വിറ്റാമിൻ സി ആണ്. അപ്പോൾ ഓറഞ്ച്, ഇലക്കറി അല്ല, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് വിറ്റാമിൻ സി ആണ്. വൈറ്റമിൻ സി ആണ് ഓറഞ്ച്,
നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഈ വൈറ്റമിൻ സീനെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കണേ. ഇതിങ്ങനെ കാന്തം പോലെ ആലോചിച്ചാൽ മതി. ഓക്കെ, കാന്തം പോലെ. ഇത് സി പോലല്ലേ കാന്തം. ഈ കാന്തം എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും എന്ന് ആലോചിച്ചാൽ മതി. ഈ കാന്തം എന്താണ്? അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അസ്കോർബിക് ആസിഡ് എന്നാണ്. അബ്സോർബ് വെച്ചിട്ട് ജസ്റ്റ് അസ്കോർബിനെ കണക്ട് ചെയ്താൽ മതി. അസ്കോർബിക് ആസിഡ് എന്നാണ് വിറ്റാമിൻ സിയുടെ രാസനാമം. ഓക്കെ, വിറ്റാമിൻ സിയുടെ രാസനാമം ഞാൻ പറയുന്നത് ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വിറ്റാമിൻ എ നമ്മൾ പറഞ്ഞു കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ്. പിന്നെ രാസനാമം നമ്മൾ പറഞ്ഞു കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. റെറ്റിനോൾ എന്നത് വിറ്റാമിൻ എയുടെ രാസനാമമാണ്. പിന്നെ ഏതൊക്കെയാണ് രോഗം? സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങളാണ്. പിന്നെ വിറ്റാമിൻ സിയുടെ രാസനാമം സി, അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പോൾ അസ്കോർബിക് ആസിഡാണ്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. എന്തിൽ നിന്നൊക്കെ ലഭിക്കും? വേഗം ആലോചിച്ചാൽ മതി. രോഗപ്രതിരോധം വിറ്റാമിൻ സി ആണ്. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിയിട്ട് പോകും? ഓറഞ്ചൊക്കെ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വൈറ്റമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. ഇനി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? സ്കർവിയാണ്. സ്കർവി കേട്ടിട്ടുണ്ടോ? സ്കർവി. സ്കർവിയിലൊരു സാണ്ടല്ല സി വെച്ച് കണക്ട് ചെയ്തോട്ടെ. സ്കർവി, ആ സാ എന്നുള്ള വാക്കിനെ സ്കർവി എന്നുള്ളത് എന്ത് വെച്ച്? സി വെച്ച് കണക്ട് ചെയ്യണേ. സ്കർവി എന്താണ് അറിയപ്പെടുന്നത്? ഈ സ്കർവി രോഗത്തിന് ഒരു അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണ് സ്കർവി രോഗം? നാവികരുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിക്കൂലേ? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്കർവിയാണ് കേട്ടോ. സ്കർവി രോഗം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അപര്യാപ്തത പറഞ്ഞാൽ അറിയാലോ, ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം, ഏതോ ഒരു വിറ്റാമിൻ ശരീരത്തിൽ കുറഞ്ഞു പോയതുകൊണ്ടാണ് ഈ രോഗം വരുന്നത്. അത് ഏത് വിറ്റാമിനാണെന്ന് ചോദ്യം വരും. അപ്പോൾ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് ചോദിച്ചാൽ അതേതാണ്? വിറ്റാമിൻ സി ആണ്. ബെറിബറി ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ബി ആണ്. പിന്നെ സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങൾ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ്. വിറ്റാമിൻ സിയും നമ്മൾ പഠിച്ചു. ഈ വിറ്റാമിൻ സിയിൽ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കണം. എന്താണ്? എന്തിൽ നിന്നൊക്കെ ലഭിക്കുന്നു നമ്മൾ പറഞ്ഞു. ചൂടാക്കുന്നതിലൂടെ നഷ്ടമാകുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഓക്കെ, ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ചൂടാക്കുന്നതിലൂടെയും നഷ്ടമാകും, മൂത്രത്തിലൂടെയും നഷ്ടമാകും. അപ്പോൾ അതൊരു പോയിന്റ് പഠിച്ചല്ലോ. അപ്പോൾ അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇങ്ങനെ ചോദ്യം വരും, ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതെന്നൊരു ചോദ്യം വരും. ഓക്കെ, ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ഒരു വിറ്റാമിൻ ഉണ്ട്. അത് ഏത് വിറ്റാമിനാണ്? വിറ്റാമിൻ സി ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ചൂടാക്കുക എന്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുക? കുക്കറിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ കുക്കറിന് എന്ത് സൗണ്ട് വരും? എന്നൊരു സൗണ്ട് വരും അല്ലേ? അപ്പോൾ ആ സി വെച്ചിട്ട് സിനെ കണക്ട് ചെയ്താൽ മതി. ആ കുക്കർ എന്നുള്ള സൗണ്ടിനെ സി വെച്ച് കണക്ട് ചെയ്താൽ മതി. എന്നൊരു സൗണ്ട് വരില്ലേ? അതിനെ സി എന്നുള്ള സൗണ്ടാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സി വിറ്റാമിൻ സി ആണ്. ചൂടാക്കുമ്പോഴും മൂത്രത്തിലൂടെ ഞാൻ കണക്ഷൻ ഒന്നും പറയില്ല. അപ്പോൾ മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ സി. ഇനി വേറൊന്നുണ്ട്, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് വിറ്റാമിൻ ഡി ആണ് കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. എന്താണ് അതിൻ്റെ രാസനാമം? കാൽസിഫെറോൺ എന്നാണ് അല്ലേ? കാൽസിഫെറോൺ എന്നാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം. അത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. വിറ്റാമിൻ ഡി എന്തിനാവശ്യമാണ്? എല്ലിനും പല്ലിനൊക്കെ ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എന്താണ്? എല്ലിനും പല്ലിനും ഒക്കെ ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലിനും പല്ലിനും, ഈ എല്ലിനും പല്ലിനൊക്കെ എന്താവശ്യമാണ്? കാൽസ്യം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ കാൽസിഫെറോൺ ഏതിൻ്റെ രാസനാമമാണെന്ന് ചോദിച്ചാൽ കിട്ടും. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ്. കാൽസിഫെറോൺ എന്നത് ഏതിൻ്റെ? കാൽസിഫെറോൺ ഏതിൻ്റെ രാസനാമമാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ്. ഇപ്പോൾ ഏതൊക്കെ രാസനാമം നമ്മൾ പഠിച്ചു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഓർമ്മ കിട്ടും കേട്ടോ. വിറ്റാമിൻ എ കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പോൾ റെറ്റിനോൾ. വിറ്റാമിൻ ബി ബെറി അല്ലേ? വിറ്റാമിൻ ബി ബെറി. സി ഇങ്ങനെ വലിച്ചെടുക്കല്ലേ, അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പോൾ അസ്കോർബിക് ആസിഡ് ആണ് സി. പിന്നെ വിറ്റാമിൻ ഡി നമ്മൾ പഠിച്ചു കാൽസിഫെറോൺ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാലും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാലും അത് വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സൂര്യപ്രകാശം നമുക്ക് തിന്നാൻ പറ്റില്ല, അപ്പോൾ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കില്ല. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, സൂര്യപ്രകാശം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ കഴിക്കാൻ പറ്റാത്ത എന്തോ സ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വിറ്റാമിൻ ഡി ആണ്. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിക്കും. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അപ്പോൾ സ്വാഭാവികമായിട്ടും സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൺഷൈൻ വിറ്റാമിൻ ഡി ആണ് അല്ലേ? വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ ചോദ്യം എങ്ങനെ വരും?
താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി ആണ്, മറക്കരുത്. സൺഷൈൻ വിറ്റാമിൻ, അതിനെ ആലോചിച്ചാൽ കിട്ടും. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? അതേതാണ്? വിറ്റാമിൻ ഡി ആണ്. പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ ആണ്. ബീറ്റാ കാരോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ ആണ്. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ ആണ്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി ആണ്. എല്ലിനും പല്ലിനും ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡി കഴിഞ്ഞ ഇ ആണ്. വിറ്റാമിൻ ഡി കഴിഞ്ഞ ഇ ആണ്. ഇ എന്താണ്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. ഇനി അതിൻ്റെ രാസനാമം കിട്ടണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇ എട്ടോ എട്ടോ എടോന്ന് ഇങ്ങനെ ടോ എട്ടോ അതെന്താ? ഈ ടോ, ഈ ഇത് വിറ്റാമിൻ ആണ് ഇ. പിന്നെ ഈ ടോ എന്താണ്? ടോക്കോഫെറോൺ ആണ് വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൺ. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു അല്ലേ? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ ഇ ആണ്. വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ഏതാണെന്ന് ചോദിക്കും. എന്താണ്? വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് വന്ധ്യത. വന്ധ്യതക്ക് കാരണമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വന്ധ്യതക്ക് കാരണമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. അടുത്ത നമ്മൾ പഠിച്ചു വിറ്റാമിൻ കെ ആണ്. കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അപ്പോൾ കെ ഫോർ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. കരളിൽ ശേഖരിക്കുന്ന ഒരു വിറ്റാമിനാണ്, അത് വിറ്റാമിൻ എ ആണ് കേട്ടോ. കണ്ണിന് ആവശ്യമായ വിറ്റാമിനായ വിറ്റാമിൻ എ ആണ്. കരളിൽ ശേഖരിച്ചു വെക്കുകയാണ്, അത് അവിടെ ശേഖരിക്കാൻ ആലോചിച്ചാൽ മതി, എടുത്തു വെക്കുകയാണ്. ഓക്കെ, കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കെ ഫോർ കരൾ. അപ്പോൾ കെ ഫോർ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനെ കെ വെച്ച് കണക്ട് ചെയ്യുക, അത് കെ ഫോർ കരളാണ്. പിന്നെ KFC ഫില്ലോക്വിനോൺ നമ്മൾ പറഞ്ഞു അല്ലേ, കോഡൊക്കെ നമ്മൾ പറഞ്ഞു. KFC. അപ്പോൾ ഫില്ലോക്വിനോൺ നമുക്ക് കിട്ടും. പിന്നെ എന്താണ്? കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? എന്തിനാ രക്തം കട്ട പിടിക്കുന്നത്? അല്ലെങ്കിൽ രക്തവാർച്ച ഉണ്ടായി ചത്തുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് മുറി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ രക്തം ഒലിച്ചൊലിച്ച് പോയി കഴിഞ്ഞാൽ ആൾ ചത്തുപോകും. അപ്പോൾ അതെന്താണ്? രക്തം കട്ട പിടിച്ച് അവിടെ നിർത്തണം. അതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ ആണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വിറ്റാമിനുമായിട്ട് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഏതാണ്? പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ് അല്ലേ? പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഡി ആണ്, മറക്കരുത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാന്നുള്ളത്. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്തൊരു വിറ്റാമിൻ ആണ്, അത് വിറ്റാമിൻ ഡി. ഇനി വേറൊരു കാര്യം പഠിച്ചോ, സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന ഒരു വിറ്റാമിൻ ഉണ്ട്. ഏതാണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ? അത് വിറ്റാമിൻ B2 ആണ് കേട്ടോ. വിറ്റാമിൻ B2 ആണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ. ഈ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. ഈ വായ്പുണ്ണിനൊക്കെ ആവശ്യമായ വിറ്റാമിനാണ്. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാവണമെന്നൊക്കെ ചോദിച്ചാൽ വിറ്റാമിൻ B2 ആണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ നമ്മൾ പഠിച്ചു, വിറ്റാമിൻ B2 ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ നമ്മൾ പഠിച്ചു, വിറ്റാമിൻ ഏതാണ്? ഡി ആണ്. പിന്നെ മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാ? അത് വിറ്റാമിൻ B12 ആണ് കേട്ടോ. വിറ്റാമിൻ B12 ആണ് മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്നത്. പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. ഏതാണ്? സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് അത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ഏതാണ്? ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്യൂട്ടി വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് അല്ലേ? വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. ചൂടാക്കുമ്പോഴും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്നത്. ചൂടാക്കുമ്പോൾ എന്ത് സൗണ്ട് വരിക? ഒരു സൗണ്ട് വരും. എസ് പറഞ്ഞിട്ട് വിറ്റാമിൻ നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ സീനെ കണക്ട് ചെയ്യും അല്ലേ? അപ്പോൾ സി ആണ്, വിറ്റാമിൻ സി ആണ്. ചൂടാക്കുമ്പോഴും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഇത്ര കാര്യങ്ങൾ പഠിച്ചു വെക്കണേ. ആരാണ് ഈ വൈറ്റമിൻസ് കണ്ടുപിടിച്ചത്? ആരാണ്? വിറ്റാമിൻസിന് ആ പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിക്കൂലേ? വിറ്റാമിൻസിന് ആ പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് കാസിമർ ഫങ്ക് ആണ് കേട്ടോ. കാസിമർ ഫങ്ക് ആണ് വിറ്റാമിൻസിന് അല്ലെങ്കിൽ ജീവകങ്ങൾക്ക് ആ പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് കാസിമർ ഫങ്ക് ആണ്. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം ഇതെന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക.
തൂലികാനാമങ്ങളാണല്ലേ കൊടുത്തിട്ടുള്ളത്. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വാൽമീകി ആരാണ്? കേരള വാൽമീകി MT വാസുദേവൻ നായർ ആണോ? അല്ല, തെറ്റാണ് കേട്ടോ. MT വാസുദേവൻ നായർ അല്ല. കേരള മോപ്പസാങ് തകഴി. ഓക്കെ, തകഴി. അപ്പോൾ അതും ഓക്കെ. പിന്നെ കേരള വ്യാസൻ N കൃഷ്ണപിള്ള. കേരള വ്യാസൻ N കൃഷ്ണപിള്ള അല്ല. കേരള ഇബ്സൺ ആണ് N കൃഷ്ണപിള്ള. ആണ് N കൃഷ്ണപിള്ള. പിന്നെ കേരള വാൽമീകി വള്ളത്തോളാണ്. പിന്നെ ഈ MT എന്താണ്? കേരള മോപ്പസാങ് തകഴിയാണ്. പിന്നെ കേരള ഹെമിംഗ്വേ ആണ് MT. അപ്പോൾ ഇവിടെ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് തെറ്റാണ്. തെറ്റായത് ചോദിച്ചാൽ തെറ്റായത് തന്നെ കണ്ടുപിടിക്കണേ, ശരിയായത് പോയി കണ്ടുപിടിക്കരുത്. കേരള വാൽമീകി അത് തെറ്റാണ്. കേരള വാൽമീകി വള്ളത്തോളാണ്. ഓക്കെ. പിന്നെ കേരള വ്യാസൻ തെറ്റാണ്. N കൃഷ്ണപിള്ള എന്താണ്? കേരള ഇബ്സൺ ആണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ഏത്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? 2, 4 ഓപ്ഷൻ ബി അല്ലേ നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്. നേരത്തെ ഉത്തരം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളാണ് KEDA, കേട അല്ലേ? പിന്നെ ഏതാണ് അതിൽ ഇല്ലാതിരുന്നത്? BC അല്ലേ? BC എന്നീ വിറ്റാമിനുകൾ ജലത്തിലൂടെയാണ് ലയിക്കുന്നത്. ജലം ഭയങ്കര ബിസിയാണ്. ഇനി കുറച്ച് തൂലിക നാമങ്ങൾ നമുക്ക് നോക്കാം. കേരള വ്യാസൻ ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിന്നെ കാളിദാസൻ, കേരള കാളിദാസൻ. ഇതൊക്കെ കേൾക്കാത്തതാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കേൾക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിന്നെ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. പിന്നെ കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇബ്സൺ N കൃഷ്ണപിള്ളയാണ് കേട്ടോ. N കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ കിട്ടി? കേരള വ്യാസൻ ഏതാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാണ്. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇബ്സൺ N കൃഷ്ണപിള്ളയാണ്. പിന്നെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാ? സ്കോട്ട്. അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എന്ത് അയച്ചു കൊടുക്കുമ്പോഴാണ് കോട്ടൊക്കെ ഇട്ടുള്ള ഫോട്ടോ എടുക്കുക? എന്താണ് നമ്മൾ CV ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ എന്തിട്ടുണ്ട്? ഒരു കോട്ടിട്ടുള്ള ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കും അല്ലേ? എന്താ CV ഒക്കെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ജോലിക്കൊക്കെ ആയിട്ട് നമ്മൾ CV അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് നല്ല കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ അല്ലേ അയച്ചു കൊടുക്കുക? അപ്പോൾ ഈ സ്കോട്ട് വെച്ചിട്ട് കോട്ടിനെ കണക്ട് ചെയ്തൂടെ? സ്കോട്ട് എന്താണ്? CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ ഉറൂബ്, സുന്ദരികളും സുന്ദരന്മാരും അല്ലേ? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചതാരാന്ന് ചോദിച്ചാൽ അത് ഉറൂബാണ് അല്ലേ? മലബാർ മാനുവൽ രചിച്ചതാരാണ്? അത് വില്യം ലോഗനാണ്. അപ്പോൾ ഉറൂബ് എന്താണ് അറിയപ്പെടുന്നത്? ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിന്നെ ഏതാ നമ്മൾ പഠിച്ച്? കേരള കാളിദാസൻ അല്ലേ? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. പിന്നെ ഉറൂബ് ഏതാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഹെമിംഗ്വേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് MT ആണ് കേട്ടോ. MT ആണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. MTൻ്റെ വേറെന്തോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. MTക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1995 MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT ആണ്. പിന്നെ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ വരികൾ ഓർമ്മയുണ്ടോ? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി. ആരാണ്? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മുങ്ങി. ചങ്ങമ്പുഴയിൽ ഒരു ഇങ്ങല്ലേ, അത് വെച്ച് കണക്ട് ചെയ്തൂടെ? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി. ചങ്ങമ്പുഴയുടെ വരികളാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെയാണ്? കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയാണ്. എന്നാൽ കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ് അല്ലേ. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ചങ്ങമ്പുഴ.
ഇനി കേരള സൂർദാസ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം. പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത്. പൂന്താനം. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം. പിന്നെ തുളസീദാസ്. കേരള തുളസീദാസ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം. അപ്പോൾ ഈ കുളം വെച്ച് കണക്ട് ചെയ്തൂടെ? എന്താണ് തുളസിയും കുളം വെച്ച് കണക്ട് ചെയ്ത് ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ തുളസി ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. ഈ കുളത്തിൻ്റെ അടുത്തൊക്കെ തുളസി ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. തുളസി കുളത്തിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ തുളസി ഉണ്ട് എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന ആരാണ്? MT ആണ് അല്ലേ. കേരള ഓർഫ്യൂസ് ആരാണ്? ചങ്ങമ്പുഴയാണ്. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. സൂർദാസ്, തുളസീദാസ്. പിന്നെ പാറപ്പുറം ആരാണ്? മത്തായി ആണ് കേട്ടോ. KE മത്തായി ആണ്. KE. അത് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. നമ്മളെന്താണ് കള്ളു കുടിച്ച് മത്തായി അങ്ങനെ കണക്ട് ചെയ്യില്ല. ഇയാളൊന്നും അങ്ങനെ കണക്ട് ചെയ്യില്ല. ഞാൻ ഈ ജസ്റ്റ് പേരുകൾ തമ്മിലൊരു കണക്ഷൻ മത്തായി കിടക്കുക എന്ന് ആലോചിച്ചാൽ മതി. മത്തായി അങ്ങനെയാണെന്നല്ല, മത്തായി കിടക്കുക എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്? പാറപ്പുറത്ത് മത്തായിട്ട് കിടക്കുക അല്ലേ. കുടിച്ച് മത്തായിട്ട് എവിടെയാണ് കിടക്കുക? പാറപ്പുറത്ത് കിടക്കുക എന്ന് ആലോചിച്ചാൽ എന്താണ്? മത്തായി, പാറപ്പുറം. മത്തായിട്ട് എവിടെ കിടക്കും? പാറപ്പുറത്ത് കിടക്കും. ഇത്ര കാര്യങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ. ഇനി വിലാസിനി നോക്കാം. വിലാസിനി MK മേനോനാണ്. വിലാസിനി എന്നറിയപ്പെടുന്ന ആരാണ്? MK മേനോനാണ്. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ മാധവിക്കുട്ടി. എന്താണ് യഥാർത്ഥ നാമം? കമലാദാസ് എന്നല്ലേ. കമലാദാസ് എന്നൊക്കെ അറിയപ്പെടുന്ന യഥാർത്ഥ നാമത്തിൽ കമലാദാസ് ആണ്. പിന്നെ എന്താണ് അവരുടെ തൂലിക നാമം എന്താന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടി. ഓക്കെ, മാധവിക്കുട്ടി ആരുടെ തൂലിക നാമാന്ന് ചോദിക്കും. മാധവിക്കുട്ടി എന്നുള്ള പേര് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥ നാമം എന്താണ്? കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യ എന്നാണ്. കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യ. അതാണ് മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാൻ ഇന്ന് എഴുതി തന്ന ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഒന്ന് അറിയാത്തതുണ്ടായിരുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അറിയാത്ത പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മുടെ റിവിഷൻ ടെസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ റിവിഷൻ ടെസ്റ്റിൽ ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചോദ്യം ചോദിക്കും. എക്സ്ട്രാ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ ചോദിക്കും. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും. അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അതിന് പറ്റുന്ന അത്രയും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇന്നൊക്കെ എന്തൊക്കെ പഠിച്ചു നമ്മൾ? കേരള പാണിനി AR രാജരാജവർമ്മ, അത് ക്ലിയർ ആണല്ലോ. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള വാൽമീകി വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതിൽ 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. വള്ളത്തോളാണ് കേരള വാൽമീകി വള്ളത്തോളാണ്. MT എന്താണ്? MT ഹെമിംഗ്വേ ആണ്. MT. പിന്നെ തകഴി എന്താണ്? തകഴി മോപ്പസാങ് ആണ്. മോപ്പസാങ്. സോങ് ആലോചിച്ചിട്ട് തകഴിനെ ആലോചിച്ചാൽ മതി. സാങ് എന്നുള്ളതിന് സോങ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ തകഴിനെ വെച്ചിട്ട് എന്തെങ്കിലും പാട്ട് ഇങ്ങനെ ആലോചിച്ചാൽ, അപ്പോൾ തകഴി സോങ് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. തകഴി സോങ് ആണ്. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലേ. N കൃഷ്ണപിള്ള എന്താണ്? കേരള ഇബ്സൺ ആണ്. N കൃഷ്ണപിള്ള. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? മാധവിക്കുട്ടി, കമലാദാസ്, കമല സുരയ്യ അല്ലേ. പിന്നെ ആരാണ് മത്തായിട്ട് കിടക്കുക? എവിടെയാണ് മത്തായിട്ട് കിടക്കുക? പാറപ്പുറം അല്ലേ. പാറപ്പുറം എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ KE മത്തായി ആണ്. അപ്പോൾ ഇന്ന് പഠിച്ച എത്ര കാര്യങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത്. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. എന്ത് തോന്നുന്നു? രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല അല്ലേ. അപ്പോൾ അടുത്തത്, പഴശ്ശിരാജയെ സഹായിക്കുന്ന കുറിച്യരുടെ നേതാവായിരുന്നു രാമൻ നമ്പി. അപ്പോൾ അടുത്ത് അതും തെറ്റി. ഓക്കെ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് PN പണിക്കരാണ്. ഞാൻ കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നാണ്. ഓക്കെ, ഒരു പണിക്കരാണ്, പക്ഷെ അത് PN പണിക്കരല്ല. PN പണിക്കർ ഗ്രന്ഥശാലയുടെ പിതാവാണ് അല്ലേ. ഗ്രന്ഥശാലയുടെ പിതാവാരാന്ന് വെച്ചാൽ PN പണിക്കരാണ്. അത് ഓർമ്മ വേണേ. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. ഇതിൽ ചോദ്യത്തിന് എന്തായാലും ഒരു കണക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് കണക്ഷൻ ഉള്ള ചോദ്യങ്ങളാണ് തരിക. എന്ന് പറഞ്ഞാൽ പുരളിമല പഴശ്ശി കലാപമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷെ അത് ഒന്നാം പഴശ്ശി കലാപമാണ്. സുഖമായിട്ട് തെറ്റിക്കാനുള്ള സാധനം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടതെന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. കാരണം ഇവിടെ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ പോകുന്ന ആളുകൾക്ക് എന്തായാലും തെറ്റാനുള്ള ഒരു ചോദ്യമാണിത്. കാരണം ആദ്യത്തെ ഒന്ന് തെറ്റാണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഒരെണ്ണം തെറ്റാണെന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് ഒരു സന്തോഷം ഉള്ളിൽ കൂടും. അപ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, പിന്നെ അത് വെച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ തുടങ്ങും. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു രാമൻ നമ്പി. രാമൻ നമ്പിയും കുറിച്യരുമായിട്ട് കണക്ഷൻ ഉണ്ട്. കുറിച്യ കലാപം
കലാപത്തിന് നേതൃത്വം നൽകിയതാണ് രാമൻ നമ്പി അല്ലേ. 1812 കുറിച്യ കലാപം, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, കുറിച്യ കലാപം, അതാണ് രാമൻ നമ്പി. എന്നാൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് വെച്ചാൽ തലക്കൽ ചന്തുവാണ് അല്ലേ. തലക്കൽ ചന്തുവാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് PN പണിക്കരാണ്. അവിടെ പണിക്കരുണ്ട്, അത് KM പണിക്കരാണ്, സർദാർ KM പണിക്കരാണ്. അപ്പോൾ ഒക്കെ തെറ്റിയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം തെറ്റാണെന്ന് അംഗീകരിക്കാൻ ചിലർക്ക് നല്ല പാടുണ്ടാവും. ഇതിലെന്താണ്? എല്ലാം തെറ്റാണ്, എല്ലാം തെറ്റാണ്. എന്താണ് തെറ്റെന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടി നോക്കാം. രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. അവിടുത്തെ തെറ്റെന്താണ്? ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. അപ്പോൾ ഇതെന്താണ്? ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു രാമൻ നമ്പി. അതെ, കുറിച്യരുടെ നേതാവാണ് രാമൻ നമ്പി അല്ലേ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് രാമൻ നമ്പി. പക്ഷേ പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? അത് രാമൻ നമ്പി അല്ല, അത് തലക്കൽ ചന്തുവാണ്. അപ്പോൾ അതും തെറ്റി. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് പണിക്കരാണ്. അതെ, പണിക്കരാണ്. PN പണിക്കരല്ല, KM പണിക്കരാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തെറ്റാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വായിക്കട്ടോ. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തതാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തെറ്റുകൾ വരും. കാരണം നമുക്ക് അവിടെ പോയാൽ നല്ല ധൃതി കൂടും. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അതിന് വേണ്ട ടിപ്സൊക്കെ ഞാൻ എക്സാമിന് മുമ്പ് പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഓരോ എക്സാമിനും വേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന അബദ്ധങ്ങളും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞുതരും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലുള്ള ആളുകൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. നല്ലൊരു റിസൾട്ട് തന്നെ ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വിശ്വസിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യുക, എന്തായാലും ചെയ്യാതിരിക്കരുത്. ഓക്കെ, പിന്നെ ഇതിൽ ഇത്ര പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. ഞാൻ പിന്നെയും പറയുന്നു, ശ്രദ്ധിച്ച് വായിക്കുക ചോദ്യങ്ങൾ. നമുക്ക് തോന്നും ശരിയാണെന്ന് തോന്നിപ്പോവും. PSCക്ക് ആവശ്യം അതാണ്, അവർക്ക് ശരിയാണെന്ന് തോന്നിക്കണം. അതാണ് PSCയുടെയും ആവശ്യം. നിങ്ങളെ തെറ്റിക്കണം. നിങ്ങൾക്ക് ശരിയാക്കിയിട്ട് റാങ്ക് ഇങ്ങനെ തരാൻ വേണ്ടി കാത്തിരിക്കല്ല PSC. നിങ്ങൾ എങ്ങനെയും തെറ്റിക്കണം. അതിൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാരെ അവർക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ബുദ്ധിയോടെ ചിന്തിച്ച് സമാധാനത്തിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അത്രയും തെറ്റുകൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ തെറ്റും എന്ന് മനസ്സിലായല്ലോ. സ്പീഡിൽ വായിച്ചു പോയിരുന്നെങ്കിൽ തെറ്റിയാനേ. കാരണം എന്താ? PN പണിക്കരുണ്ട്. ഈ KM എന്നുള്ള വാക്കൊന്നും ആലോചിച്ച് വെക്കൂല. കാരണം എന്താണ്? അതൊരു ഇനീഷ്യലാണ്. KM പണിക്കർ എന്നുള്ള ഇനീഷ്യലാണ്. അതൊന്നും നമ്മൾ ആലോചിച്ച് വെക്കൂല. നമ്മൾ PN പണിക്കർ, അതെ പണിക്കരാണ്, ഉത്തരം ശരിയാണ്. പിന്നെ രാമൻ നമ്പി കുറിച്യരുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതെ ശരിയാണ്. പക്ഷേ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. എന്താണ്? രാമൻ നമ്പി അല്ല, രാമൻ നമ്പി കുറിച്യ കലാപത്തിന് നേതാവല്ലേ. അപ്പോൾ നമുക്ക് പഴശ്ശി കലാപം നോക്കി നോക്കാം. പഴശ്ശി കലാപം 2 ഘട്ടങ്ങളിലായിട്ടല്ലേ നടന്നിട്ടുള്ളത്? പഴശ്ശി കലാപം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. എപ്പോഴൊക്കെയാണ്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം അല്ലേ. പഴശ്ശി കലാപത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് 1793 മുതൽ 1797 വരെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ കലാപം ഏതെന്ന് ഒക്കെ ചോദിക്കുമ്പോൾ പഴശ്ശി കലാപമാണ് ആൻസർ വരിക. ഓക്കെ, ഏതാണ് ശക്തമായ കലാപം? പഴശ്ശി കലാപമാണ്. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. പുരളിമല അല്ലേ, പുരളിമല ശരിയാണ്. പക്ഷെ രണ്ടാം പഴശ്ശി കലാപമല്ല. എന്താണ്? ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. ഇനി രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടത്തിലാണ് 1800 മുതൽ 1805 വരെയാണ്. 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം. ഓക്കെ, രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ചോദിക്കും. അത് തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തു. പിന്നെ പഴശ്ശിയെ സഹായിച്ച മറ്റു ആളുകളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നായർ അല്ലേ. ഇതൊക്കെ ആരാണ്? പഴശ്ശിയെ സഹായിച്ചവരാണ്. പിന്നെ ഏമൻ നായർ, ഇവരൊക്കെ പഴശ്ശിയെ സഹായിച്ച ആളുകളാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു ചോദിച്ചാലാണ് അതാരാണ്? തലക്കൽ ചന്തുവാണ്. പിന്നെ രണ്ടാം പഴശ്ശി കലാപത്തിൽ ഒരു റിപ്പീറ്റിംഗ് ചോദ്യം ഉണ്ടല്ലോ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ TH ബാബർ. TH ബാബറാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? തലശ്ശേരി സബ് കളക്ടർ അല്ലേ, തലശ്ശേരി. അപ്പോൾ തലയിൽ നമുക്ക് എന്തുണ്ട്? മുടിയുണ്ട്. ഈ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. ഓക്കെ, മുടി വെട്ടാൻ ബാർബർ വേണം. അപ്പോൾ TH ബാബറാണ് എന്താണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. തലശ്ശേരി സബ് കളക്ടർ ആരാണ്? TH ബാബർ. എന്താണ് ഫുൾ നെയിം? എന്താണ്? തോമസ് ഹാർവേ ബാബറാണ് അല്ലേ. തോമസ് ഹാർവേ ബാബറാണ്. പിന്നെ നമുക്ക് ചോദ്യം പഠിച്ചു. എന്താണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? ആർത്തർ വെല്ലസ്ലിയാണ്. ആർത്തർ വെല്ലസ്ലി. നമ്മൾ നേരത്തെ ഏതിൽ പഠിച്ചു? മറ്റേ വാട്ടർലി യുദ്ധത്തിൽ പഠിച്ചു അല്ലേ. വാട്ടർലി യുദ്ധത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലിയാണ് എന്ത്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആർത്തർ വെല്ലസ്ലിയാണ് അല്ലേ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. ഓക്കെ,
അല്ലേ? വയനാട്ടിലെ തെറ്റായ നികുതി നയവുമായി ബന്ധപ്പെട്ടുണ്ടായതല്ലേ? ഓക്കെ, അല്ല, വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് അല്ലേ? വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതിനെ തുടർന്നിട്ടാണ് രണ്ടാം പഴശ്ശിക്കലാപം ഉണ്ടായത്. ഒന്നാം പഴശ്ശിക്കലാപം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അപ്പോൾ കാരണം ചോദിക്കൂലേ? ഒന്നാം പഴശ്ശിക്കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പിന്നെ രണ്ടാം പഴശ്ശിക്കലാപത്തിന്റെ കാരണം ചോദിച്ചാൽ എന്താണ്? രണ്ടാം പഴശ്ശിക്കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? രണ്ടാം പഴശ്ശിക്കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ തുനിഞ്ഞതിനെ തുടർന്നാണ് രണ്ടാം പഴശ്ശിക്കലാപം ഉണ്ടായത്. ഒളിപ്പോര് ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കൂലേ? ഒളിപ്പോര് ആരുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടതാണ് ഒളിപ്പോര്. ഗറില്ല യുദ്ധമുറ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഗറില്ല യുദ്ധമുറ ശരിക്കും ആരുമായി ബന്ധപ്പെട്ടതാണ്? താന്തിയ തോപ്പിയുമായി ബന്ധപ്പെട്ടതല്ലേ അല്ലേ? താന്തിയ തോപ്പിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഗറില്ല യുദ്ധമുറ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പഴശ്ശിരാജ. കേരളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പഴശ്ശിരാജ. ഇന്ത്യയിൽ ആരാണ്? താന്തിയ തോപ്പിയാണ്. 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിക്കൂലേ? രാമചന്ദ്ര പാണ്ഡുരംഗാണ്. പിന്നെ അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിക്കൂലേ? മണികർണികയാണ് അല്ലേ? നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിക്കൂലേ? അത് ദൊണ്ടു പന്ത് എന്നാണ്. ദൊണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. പിന്നെ എന്താണ്? മറ്റേ റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേര് ചോദിക്കാറുണ്ട്. ബാദൽ സാരംഗി പവനാണ് അല്ലേ? ബാദൽ സാരംഗി പവൻ. 1857 വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ് അല്ലേ? 1857 വിപ്ലവം പൊട്ടി പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. വിപ്ലവം വ്യാപിച്ചത് ഏത് പ്രദേശത്താണ്? ഉത്തർപ്രദേശിലാണ് അല്ലേ? വിപ്ലവം വ്യാപിച്ചത് ഉത്തർപ്രദേശിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗറില്ല യുദ്ധമുറ ആരാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പഴശ്ശിരാജയാണ്. താഴെ ഓപ്ഷനിൽ പഴശ്ശിരാജയാണുള്ളതെങ്കിൽ പഴശ്ശിരാജയും താന്തിയ തോപ്പിയാണുള്ളതെങ്കിൽ താന്തിയ തോപ്പിയുമാണ് ഉത്തരം. ഈ താന്തിയ തോപ്പിയുടെ പഴശ്ശിരാജയുടെ ഈ ഒളിപ്പോരില്ലേ അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറ ആര് കട്ടെടുത്തിട്ടുണ്ട്? നമ്മുടെ ആർത്തർ വെല്ലസ്ലി കട്ടെടുത്തു. എന്നിട്ടാണ് പോയിട്ട് എവിടെ വാട്ടർലൂ യുദ്ധത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഈ ഒളിപ്പോര് ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിച്ചാൽ അത് പഴശ്ശിരാജ. നമുക്കറിയാം വയനാടൻ കാടുകൾ ഒളിപ്പോരിന് പറ്റിയ സ്ഥലമാണ് അല്ലേ? ഒളിഞ്ഞിരുന്ന് വെടിവെക്കാൻ പറ്റിയ സ്ഥലമാണ് ഏത്? വയനാടൻ കാടുകൾ അവർക്ക് അറിയുള്ളൂ. കാരണം കുറിച്യരൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. കുറിച്യർക്ക് അറിയുന്നത് പോലെ ഈ കാടവർക്ക് അറിയില്ല. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒളിപ്പോര് നന്നായി അവിടെ ചിലവാകും. ഓക്കെ, അപ്പോൾ ഒളിപ്പോര് നടത്തിയതാണ് അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് ആരാന്നൊക്കെ ചോദിച്ചാൽ ആരാണത്? പഴശ്ശിരാജയാണ് അല്ലേ? പിന്നെ പഴശ്ശിരാജ എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? പഴശ്ശിരാജ, കേരളവർമ്മ പഴശ്ശിരാജ. അത് സംവിധാനം ചെയ്തത് ആരാന്നറിയോ? ഹരിഹരനാണ്. പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാന്ന് വെച്ചാൽ ഹരിഹരനാണ്. പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് ആരാന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം. സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? മമ്മൂട്ടിയാണ്. പിന്നെ അതിൽ സംഗീതം ആരാണ്? ഇളയരാജയാണ്. സംഗീതം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഇളയരാജയാണ്. പക്ഷേ ഗാനരചയിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ONV ആണ് അല്ലേ? ഗാനരചയിതാവ് ONV ആണ്. പക്ഷേ ഈ സിനിമയുടെ രചന ആരാന്ന് ചോദിച്ചാൽ അത് MT ആണ് അല്ലേ? സിനിമയുടെ രചന MT ആണ്. ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കണേ. അപ്പോൾ പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. പിന്നെ പഴശ്ശിയായിട്ട് അഭിനയിച്ചത് ആരാന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ്. സിനിമയുടെ രചന ആരാന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായരാണ്. MT എന്താണ് അറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ് കേട്ടോ. നിളയുടെ കഥാകാരൻ MT ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സംഗീതം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഇളയരാജ. പിന്നെ എന്താണ് പഠിച്ചത്? ഗാനരചയിതാവ് ആരാന്ന് ചോദിച്ചാൽ ONV ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. 2009 പഴശ്ശിരാജ സിനിമ ഇറങ്ങിയത്. 2009 ഹരിഹരനാണ് സംവിധാനം ചെയ്തതെന്ന് പഠിച്ചു വെക്കണം. മിക്കവാറും ഹരിഹരനാണ് ചോദ്യം വരിക. ഓക്കെ, പിന്നെ MTയും ONV ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പഠിച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സംഗീതം നൽകിയത് ഇളയരാജയാണ് അല്ലേ? ഫേമസ് അല്ലേ? ഇളയരാജ സംഗീതം നൽകിയതാണ്. ഏത്? പഴശ്ശിരാജയിൽ ഇളയരാജയാണ് സംഗീതം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പഴശ്ശിരാജ സിനിമ പഠിച്ചു. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് പഠിച്ചു? സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കാരണം ഇത്രയും തവണ പീസ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ വില കൊടുക്കാതിരിക്കരുത്. സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. ഓക്കെ, സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്. അപ്പോൾ രണ്ടാം പഴശ്ശിക്കലാപവും ഒന്നാം പഴശ്ശിക്കലാപവും ക്ലിയറായി. പഴശ്ശിരാജ എവിടെ നിന്ന് വെച്ചിട്ടാണ് മരണപ്പെട്ടത്? മാവിലാന്തോട് വെച്ചിട്ടല്ലേ? മാവിലാന്തോട് വെച്ചിട്ടാണ് മരണപ്പെട്ടത്. പഴശ്ശിരാജ മരണപ്പെട്ടത് മാവിലാന്തോട്. മാവിലാന്തോട്. ഓക്കെ, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ നോക്കിക്കോട്ടോ? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി ഡാം എവിടെയാണ്? കണ്ണൂർ വളപട്ടണം പുഴയിലെ. കണ്ണൂർ വളപട്ടണം പുഴയാണ് പഴശ്ശി ഡാം. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ പഴശ്ശിരാജ ക്ലിയർ ആയല്ലോ. പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. ആരാണ് ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ പഴശ്ശിരാജയാണ്. പിന്നെ 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് താന്തിയ തോപ്പിയാണ് അല്ലേ, താന്തിയ തോപ്പിയാണ്. അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയുമാണ് അല്ലേ രണ്ടാം പഴശ്ശി കലാപം. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ. പിന്നെ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, തല എന്നാലോചിച്ചാൽ മുടി കിട്ടും, മുടി വെട്ടാൻ 6 വേണം, ബാർബർ വേണം. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാന്ന് പഠിച്ചു? അത് ആർത്തർ വെല്ലസ്ലിയാണ്. ആർത്തർ വെല്ലസ്ലി എന്തറിയപ്പെടുന്നത് പഠിക്കും കേട്ടോ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആർത്തർ വെല്ലസ്ലിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് പഠിച്ചോ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ആർത്തർ വെല്ലസ്ലിയാണ്. പിന്നെ തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാ? അതൊരു ഇംഗ്ലീഷുകാരൻ, അതൊരു ബ്രിട്ടീഷുകാരനല്ലേ. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരനല്ലേ. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ ക്യാപ്റ്റൻ ഡിലനോയാണ്. ഡച്ച് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഡിലനോയാണ്. ക്യാപ്റ്റൻ ഡിലനോയാണ്. ഡച്ച് സൈന്യാധിപനായിട്ടുള്ള ക്യാപ്റ്റൻ ഡിലനോയാണ്. നമ്മൾ എവിടെ പഠിക്കാനുള്ളതാണ്? കുളച്ചൽ യുദ്ധം അല്ലേ, 1740 കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. മാർത്താണ്ഡവർമ്മ അല്ലേ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിക്കും? അത് കുളച്ചൽ യുദ്ധമാണ്. 1740 കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായത്. ആരാണ് പരാജയപ്പെടുത്തിയത്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാരുടെ സൈന്യാധിപൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ഡിലനോയ്. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡിലനോയാണ്. ക്യാപ്റ്റൻ ഡിലനോയാണ്. അപ്പോൾ ഇത്ര ഭാഗങ്ങൾ പഴശ്ശി കലാപമായിട്ട് ക്ലിയർ ആയി. ഓക്കെ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, സർദാർ കെ എം പണിക്കരാണ്. അതുപോലെ തന്നെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന്, മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അടുത്തേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ അലുമിനിയത്തിൻ്റെ അയിര്, താഴെ തന്നിരിക്കുന്നതിൽ അലുമിനിയത്തിൻ്റെ അയിര് ഏത്? അലുമിനിയം. ഓക്കെ, ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് അല്ല, ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് അല്ല. ഹേമറ്റൈറ്റ് ഏതിന്? അയണിൻ്റെ അല്ലേ, ഇരുമ്പിൻ്റെ അയിരാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇതൊക്കെ ഇരുമ്പിൻ്റെ അയിരാണ്. കുപ്രൈറ്റ് അതിൽ തന്നെ ഉണ്ട്, കോപ്പർ കുപ്രൈറ്റ്. ഓക്കെ, കോപ്പർ കുപ്രൈറ്റ് അതുമല്ല, ബോക്സൈറ്റ് അല്ലേ, ബോക്സൈറ്റ് ആണ് നമ്മുടെ ശരി ഉത്തരം. ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. എ ബി എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരാൾ അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ മതി. അലുമിനിയം ബോക്സ് എന്നും ആലോചിച്ചാൽ മതി. ഒരാൾ നമ്മുടെ ചാനലിൽ പറഞ്ഞു തന്നിട്ടുള്ളൊരു കോഡാട്ടോ, നല്ല കോഡാണ്, ഒരാൾ പറഞ്ഞു തന്നാണ്. അലുമിനിയം ബോക്സ് എന്ന് ആലോചിക്കാൻ അതും പറ്റും. ഞാൻ ജസ്റ്റ് പറഞ്ഞത് എ ബി എന്ന് ആലോചിക്കാനാണ്. അങ്ങനെ ആലോചിക്കേണ്ടവർക്ക് അങ്ങനെ നിങ്ങൾക്ക് അലുമിനിയം ബോക്സ് ആലോചിക്കാൻ പറ്റുകയാണെങ്കിൽ അതാവും ഉത്തമം അല്ലേ. അലുമിനിയം ബോക്സ്, എ അലുമിനിയം, പിന്നെ ബോക്സൈറ്റ് ഇല്ലേ, അലുമിനിയം ബോക്സൈറ്റ്, എ ബി. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്, അയണിൻ്റെ അയിരാണ് ഹാമറ്റൈറ്റ്. പിന്നെ സിന്നബാർ ഏതിൻ്റെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? മെർക്കുറി അല്ലേ, മെർക്കുറി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി അല്ലേ, മെർക്കുറി. ഈ മെർക്കുറി ഏറ്റവും ചെറുതല്ലേ, ചെറുതിന് നമ്മൾ തമിഴിൽ എന്താ പറയുക? സിന്നത് എന്നല്ലേ പറയുക, സിന്നത്. അപ്പോൾ സിന്നബാർ മെർക്കുറിയുടെ അയിരല്ലേ, സിന്നത് എന്നാലോചിച്ചാൽ മതി. മെർക്കുറി എന്നാലോചിച്ചാൽ തന്നെ ചെറിയ ഗ്രഹമാണെന്ന് ഓർമ്മ വരണം. അപ്പോൾ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ, മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഏതിൻ്റെയാണ്? മെർക്കുറിയുടെ അയിരാണ് മെർക്കുറി. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. പിന്നെ ഇവിടെ ഏതാണ്? അയണിൻ്റെ അയിരാണ് കേട്ടോ, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇതൊക്കെ ഹാമറ്റൈറ്റ്. പിന്നെ മാഗ്നറ്റൈറ്റ്, ഇത് രണ്ടും അയണിൻ്റെ അയിരാണ്. പിന്നെ ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. നമ്മൾ പഠിച്ചു അലുമിനിയം ബോക്സൈറ്റ് ആണ്. ഈ എ ബി എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചാൽ, എ ബി എന്നാണ് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് വേറൊന്നും കൂടി ഓർക്കാം, എച്ച് ഐ എന്താണ്? എച്ച് എന്താണ്? ഹാമറ്റൈറ്റും, ഐ അയണുമാണ്. അങ്ങനെ ഓർക്കുക. എ എന്താണ്? അലുമിനിയം, ബി ബോക്സൈറ്റ് ആണ്. എച്ച് എന്താണ്? ഹാമറ്റൈറ്റും, ഐ അയണുമാണ്. ഓർത്തിരിക്കാനൊരു കോഡ് പറഞ്ഞോളൂ കേട്ടോ, എ ബി എച്ച് ഐ. ഇത് രണ്ടും പഠിച്ചാൽ മതി. എ ബി എച്ച് ഐ, അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹാമറ്റൈറ്റും, മാഗ്നറ്റൈറ്റും. ഏതാണ്? മാലക്കൈറ്റ്. മാലക്കൈറ്റും കോപ്പറിൻ്റെയാണ് കേട്ടോ. കോപ്പർ കുപ്രൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. പിന്നുള്ളത് മാലക്കൈറ്റ് ആണ്, മാലക്കൈറ്റ്. അപ്പോൾ കോപ്പറിൻ്റെ മാല എന്നാലോചിച്ചാൽ മതി. കോപ്പറിൻ്റെ മാല എന്നാലോചിച്ചാൽ കിട്ടുമല്ലോ, കോപ്പറിൻ്റെ മാല. അപ്പോൾ കോപ്പർ, മാലക്കൈറ്റ്. പിന്നെ ഏതാ നമുക്ക് പഠിക്കാനുള്ളത്? പിന്നെ മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാറാണ്, മെർക്കുറി സിന്നബാർ. മെർക്കുറി നമ്മൾ പഠിച്ചു അല്ലേ, മെർക്കുറി സിന്നബാറാണ്. പിന്നെ നമുക്കൊന്ന് പഠിക്കാണ്ട് യുറേനിയം ഉണ്ട്, യുറേനിയം എന്താണ്? യുറേനിയത്തിൻ്റെയാണ് പിച്ച് ബ്ലെൻഡ്, പിച്ച് ബ്ലെൻഡ് യുറേനിയത്തിൻ്റെയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് കണ്ടോ യു ഇതിങ്ങനെ യു ആയിട്ട് തരാം. നമ്മൾ ഇങ്ങനെയല്ലേ ഒരാളെ പോയി പിച്ചുക, ഇങ്ങനെ യു പോലെ പിടിച്ചിട്ടല്ലേ പോയി പിച്ചുക. അപ്പോൾ യുറേനിയം യു വെച്ച് കണക്ട് ചെയ്തൂടെ. യുറേനിയത്തിൻ്റെ പിച്ച് ബ്ലെൻഡ് ആണ് കേട്ടോ, യുറേനിയം പിച്ച് ബ്ലെൻഡ്. അലുമിനിയം ബോക്സൈറ്റ്
അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹാമറ്റൈറ്റ്, അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹാമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്, പിന്നെ സിങ്ക് അല്ല, ഇതെന്താണ്, മെർക്കുറിയാണ് സിന്നബാർ. അപ്പോൾ സിങ്കിൻ്റെ എന്താ, സിങ്ക് കലാമിൻ, സിങ്കിൽ 2 ഉണ്ട്. ഒന്ന് സിങ്ക് ബ്ലെൻഡ്, അത് അതിൽ തന്നെ കിട്ടും, അത് നിങ്ങൾക്ക് ഓർത്തിരിക്കണ്ട. സിങ്ക് ബ്ലെൻഡ് എന്നുള്ളത് ഓർത്തിരിക്കാൻ ഇത്ര ബുദ്ധിയൊന്നും വേണ്ട. ഓക്കെ, പിന്നെ സിങ്ക് കലാമിൻ്റെ, സിങ്ക് കലാമിൻ. അപ്പോൾ നമ്മൾ എന്താണ്, കലം സിങ്കിലിട്ടിട്ട് കഴുകൂലേ അല്ലേ, സിങ്കിലിട്ടിട്ട് കലം വൃത്തിയാക്കാൻ, കലം കഴുകുക എന്ന് ആലോചിച്ചാൽ മതി. കലം സിങ്കിലിട്ട് കഴുകുക എന്ന് ആലോചിച്ചാൽ എന്താണ്, സിങ്ക് കലാമിനും കിട്ടി. അപ്പോൾ കലാമിൻ സിങ്ക് ആണെന്ന് ആലോചിച്ച് നോക്കണേ. കലം എവിടെ ഇട്ടിട്ട് കഴുകുക, സിങ്കിലിട്ടിട്ട് കഴുകുമെന്ന് ആലോചിച്ചാൽ സിങ്ക് കലാമിനും കിട്ടി. അപ്പോൾ ഏതൊക്കെ കിട്ടി, അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹാമറ്റൈറ്റ്, പിന്നെ കോപ്പർ കുപ്രൈറ്റും, പിന്നെ ഒന്നുകൂടിയിട്ട് മാലക്കൈറ്റ് ഉണ്ട് അല്ലേ, പിന്നെ അയൺ ഹാമറ്റൈറ്റും, പിന്നെ ഏതുണ്ട്, ഹാമറ്റൈറ്റും, പിന്നെ അത് അയൺ ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അല്ലേ, മാഗ്നറ്റൈറ്റും ഉണ്ട്. പിന്നെ കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും ഉണ്ട്. അലുമിനിയം ബോക്സൈറ്റ്, പിന്നെ ഏതാണ്, മെർക്കുറി സിന്നബാർ, പിന്നെ ഏതാ പഠിച്ച്, യുറേനിയം പിച്ച് ബ്ലെൻഡ് നമ്മൾ പഠിച്ചു. പിന്നെ ഏതാ നമ്മൾ ഏതെങ്കിലും പഠിക്കാൻ വിട്ടുപോയോ, തോറിയം പഠിച്ചില്ലല്ലോ, തോറിയം. ഈ തോന്ന് മാത്രമല്ലേ ശാന്തി കേട്ടോ, ഇപ്പുറത്ത് തോമോ. ഓക്കെ, എന്താണ്, തോറിയം മോണോസൈറ്റ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ, തോറിയം മോണോസൈറ്റ്. ഇനി ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, അലുമിനിയം ബോക്സൈറ്റ്, A ഫോർ അലുമിനിയം, B ഫോർ ബോക്സൈറ്റ്, അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, പിന്നെ ഏതാണ്, മെർക്കുറി സിന്നബാർ അല്ലേ, യുറേനിയം പിച്ച് ബ്ലെൻഡ്, യുറേനിയം യു പോലെ പിടിച്ച് നമ്മൾ പിച്ചും, യുറേനിയം പിച്ച് ബ്ലെൻഡ്. പിന്നെ നമ്മൾ പഠിച്ചു സിങ്ക് കലാമില്ലേ, സിങ്ക് ബ്ലെൻഡും കലാമിനും, കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും, കോപ്പറിൽ കുപ്രൈറ്റ് നമുക്ക് കിട്ടും, കോപ്പർ കുപ്രൈറ്റ്, പിന്നെ കോപ്പറിൻ്റെ മാല ആലോചിച്ചാൽ മതി. അപ്പോൾ കോപ്പർ കുപ്രൈറ്റും മാലക്കൈറ്റും. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഈ ഭാഗമൊന്നും ഡൗട്ടില്ലല്ലോ, അയിരുകൾ ഡൗട്ടില്ലല്ലോ. അലുമിനിയം ബോക്സൈറ്റ് ആണ്, അയൺ ഹാമറ്റൈറ്റ് ആണ്, പിന്നെ യു പോലെ പിടിച്ച് നമ്മൾ പിച്ചു ആലോചിച്ചാൽ മതി, യുറാനിയം പിച്ച് ബ്ലെൻഡ് ആണ്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി, സിന്ന ഗ്രഹമല്ലേ, അപ്പോൾ മെർക്കുറിയാണ് സിന്നബാർ. പിന്നെ തോറിയം, തോമോ, അപ്പോൾ തോറിയം മോണോസൈറ്റ് ആണ്. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഒന്നും മറന്നു പോകുന്നില്ലല്ലോ, എല്ലാം നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യുക. റിവിഷൻ ടെസ്റ്റൊക്കെ ഗ്രൂപ്പിലുള്ളവർ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും ഭാഗം അറ്റൻഡ് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. കാരണം നമ്മൾ റിവിഷൻ ചെയ്ത ഭാഗങ്ങളാണ് നമ്മൾ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അത് മറന്നു പോകരുത്, അത് ഒരിക്കലും തെറ്റിപ്പോകരുത്. കാരണം അത് ചെറിയൊരു മാർക്ക് പോക്കല്ല, കാരണം പഠിച്ച ഭാഗത്തു നിന്നുള്ള മാർക്കാണ് പോകുന്നത്. നമ്മൾ പഠിക്കാത്ത ഒരു ഭാഗത്തു നിന്നാണ് മാർക്ക് പോകണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഈ പഠിച്ച ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മാർക്ക് പോകുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് പെർഫെക്റ്റ് ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, എല്ലാവരും നല്ല റാങ്കുകൾ തന്നെ നേടാൻ ശ്രമിക്കുക. പഠിത്തം കുറയ്ക്കരുത് കേട്ടോ. അങ്ങനെ വെറുതെ നിൽക്കുമ്പോഴായാലും ഒന്നിങ്ങനെ മനസ്സിൽ റിവൈസ് ചെയ്ത് വെക്കുക. നല്ല രസമുള്ള പരിപാടിയാണ്. ഞാൻ റിവിഷൻ ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചാടി പോവുക. ഇപ്പോൾ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. ഈ സർദാർ കെ എം പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് അല്ലേ, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ആരാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്? EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 അങ്ങനെ ഓർത്ത് പോയിക്കൂടെ? ഇപ്പം നമ്മൾ കലാപത്തിൽ പോയി എത്തില്ലേ. പിന്നെ നമ്മൾ സർദാർ കെ എം പണിക്കറാണ് എന്താണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വാസ്കോഡ ഗാമയിൽ എത്തില്ലേ. പിന്നെ പോർച്ചുഗലുമായിട്ട് വന്നൂടെ, പോർച്ചുഗൽ, ഡച്ച്, അങ്ങനെ അവിടുന്ന് കണക്ട് ചെയ്ത് വന്നൂടെ. നമുക്ക് ഒരുപാട് കണക്ഷൻ കിട്ടും. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൻ്റെ പേരൊക്കെ ചോദിക്കൂലേ, ഏതാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചത്? സെൻറ്റ് ഗബ്രിയൽ അല്ലേ, പിന്നെ സെൻറ്റ് റാഫേൽ ദി ബെറിയോ, അദ്ദേഹത്തെ പിന്തുണച്ച കപ്പലുകളല്ലേ. ഇതൊക്കെ ഓർത്തിരിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാതും ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചാടിച്ച് നോക്കുക, ഓരോ സ്ഥലത്തിലേക്ക് ചാടിപ്പോയി പഠിക്കുക. അപ്പോൾ നല്ല രസമാവും പഠിക്കാൻ. പിന്നെ നമുക്ക് കിട്ടാത്ത ഭാഗം ഏതാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം നമുക്ക് ഓർത്തിട്ട് അവിടെ എന്തോ ഉണ്ടല്ലോ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് പോയിട്ടൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ കൂടുതൽ പഠിക്കാൻ അത് ഇൻട്രസ്റ്റ് കൂട്ടും. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, റിവിഷൻ ഒട്ടും കുറയ്ക്കരുത്. പഠിച്ച ഭാഗങ്ങൾ പെർഫെക്റ്റ് ആവാതെ അടുത്ത ഭാഗത്തിലേക്ക് പോയത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, കിട്ടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക, നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക, നല്ല റാങ്ക് തന്നെ നേടാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ, ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കട്ടെ. ലൈക്ക് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തും, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കാരണം ലൈക്ക് ചെയ്താലേ ഒരുപാട് ആളുകളിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരമുള്ള കാര്യങ്ങളിൽ നിന്നാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് വലിയ സുഖം തോന്നിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ചാനൽ നല്ല നോക്കി പോകണം. നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവുക നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ വെറുതെ മനസ്സിനെ പറ്റിക്കരുത്, ഇതെനിക്ക് പറ്റിയിട്ടുണ്ട് പറഞ്ഞ് പറ്റിക്കരുത്. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ, നല്ലോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിനവിടെ പിടിച്ച് നിർത്തുക, ഇതെന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് അങ്ങനെ ഉപകാരപ്പെടുന്നു. അതിനാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ഈ ക്ലാസ്
ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്. സബ്സ്ക്രൈബേഴ്സിനെ വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല, നല്ല ആളുകൾക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ ക്ലാസ്സുകൾ ഉപകരിക്കണം എന്ന് എനിക്ക് വളരെ ഒരു നിർബന്ധമുണ്ട്. നിർബന്ധം തന്നെ ഉണ്ട്, ഒരാവശ്യമല്ല, നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ വേറെ ഉപകരിക്കുന്ന ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് തന്നെ കാണട്ടെ. ഞാൻ പെട്ടെന്ന് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്, സാറേ ദിവസവും വീഡിയോ ചെയ്യുന്നുള്ളത്. സംഭവം പറ്റാത്തത് കൊണ്ടാണ്, എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്തു പോകണം. അപ്പോൾ ഈ എഡിറ്റിംഗ് ആണെങ്കിലും പിന്നെ ഈ ക്ലാസ് എടുക്കലായാലും പിന്നെ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ അതിനെപ്പറ്റി റെഫർ ചെയ്യേണ്ട നമുക്ക്. അപ്പോൾ ഒരു തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് എന്തെങ്കിലും ഒരു വക എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ അത് പാടില്ല. അതുകൊണ്ടാണ് നല്ല രീതിയിൽ റെഫർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരാറുള്ളൂ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ പറഞ്ഞു തരാറുള്ളൂ. പിന്നെ ഓർമ്മയിലുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഞാൻ ഇനി ദിവസവും ക്ലാസ് തരാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സാറ് ദിവസവും 2 ക്ലാസ് തരുന്നുള്ളത്. തീർച്ചയായിട്ടും അത് എന്നെക്കൊണ്ട് നടക്കില്ല. കാരണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചാൽ, കാരണം ഇതൊന്നും ഒറ്റയ്ക്ക് അങ്ങനെ അത്ര സിമ്പിളല്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. പിന്നെ എനിക്ക് ഡിഗ്രിയുടെ കാര്യങ്ങൾ കൊണ്ടുപോകണ്ട, അതിൻ്റെ അസൈൻമെൻ്റ് ഒക്കെ തീർക്കാണ്ട്. അപ്പോൾ ഒക്കെ എല്ലാം ഒപ്പം കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. എന്തായാലും തീർച്ചയായും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയും ക്ലാസ്സുകൾ ഞാൻ നല്ല രീതിയിൽ തന്നെ തരും. എല്ലാ ദിവസവും ഞാൻ തരാൻ ശ്രമിക്കാം കേട്ടോ. കാരണം നിങ്ങളുടെ ഭാഗം പറഞ്ഞാലും തെറ്റല്ല. കാരണം നിങ്ങൾക്ക് എക്സാമിനോടുള്ള ടെൻഷൻ കൊണ്ടാണ് എന്നോട് ദിവസം ക്ലാസ് കേൾക്കുന്നത്. പക്ഷേ ദിവസം 2 ക്ലാസ് സത്യമായിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ടാട്ടോ. പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തന്നിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ദിവസം ക്ലാസ്സുകൾ തരാൻ ഞാൻ ശ്രമിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വേഗത്തിൽ തന്നെ ഞാൻ ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സാം വരെ ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ എക്സാമിന് വേണ്ട എല്ലാ ടിപ്സും പറഞ്ഞു തരും. എല്ലാം ഞാൻ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യുക, നല്ലൊരു റാങ്ക് തന്നെ നേടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.